ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ വീഡിയോയിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ പല ആളുകളും മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയെക്കുറിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മെയിൻലി നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന PixelLab എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ആപ്പാണ്. നമ്മളൊരു പക്ഷേ ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓഫീസിലൊന്നും അല്ലാത്തൊരു സമയത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസ്റ്റോ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു PixelLab യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ സാധാരണ മൊബൈൽ യൂസ് ചെയ്യുന്ന ഏതൊരാൾക്കും സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ റീസെൻ്റായിട്ട് വരാൻ പോകുന്ന ഓണം ഫെസ്റ്റിവലാണ്. അപ്പോൾ ആ ഒരു ഓണം ഫെസ്റ്റിവലിലേക്കുള്ള ഒരു റെസ്റ്റോറൻറ്റ് പോസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു PixelLab ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് തന്നെ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ ആദ്യമായിട്ട് തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അതായത് നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിലാണ് ലേഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇമേജ് സൈസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഞാനിവിടെ 1080 ആണ് വിഡ്ത്ത് കൊടുക്കുന്നത്. അതായത് ഇവിടെ പിക്സലിലാണ് സൈസ് കാണിക്കുന്നത്. അതുപോലെ നമ്മളിവിടെ ഹൈറ്റ് കൊടുക്കുന്നത് 1920 പിക്സൽസ് ആണ്. അതിനുശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു സൈസിലേക്ക് നമ്മുടെ ഈ ഒരു ഡോക്യുമെൻറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിന് മുൻപായിട്ട് ഈ ടെക്സ്റ്റ് ഒന്ന് ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് താഴെ കാണുന്ന 4ാമത്തെ ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് കളർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പം കളറും അതുപോലെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഗ്രേഡിയൻ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഗ്രേഡിയൻ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഗ്രേഡിയൻസിൻ്റെ കുറച്ച് പ്രീസെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് പുതിയൊരു ഗ്രേഡിയൻ്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു ഗ്രേഡിയൻ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗ്രേഡിയൻ്റ് ഫില്ല് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് ഈ ഒരു പോസ്റ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇമേജസുകൾ ഡൗൺലോഡ് ചെയ്യണം. ഞാനിവിടെ ഗൂഗിൾ ഡ്രൈവിനകത്ത് ഈ ഒരു പോസ്റ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇമേജസുകൾ ഓൾറെഡി തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇമേജസുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജസുകൾ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്തതെന്നും അതുപോലെ എങ്ങനെയാണ് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്തതെന്നും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജസുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഗൂഗിൾ ക്രോമിലേക്ക് പോവാം. ഇവിടെ ഇപ്പം ഞാൻ PNG ഇമേജസുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് PNG എഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുൻപ് ഗൂഗിൾ ഡ്രൈവിൽ കണ്ടിട്ടുള്ളത് എല്ലാം PNG ഇമേജസുകളാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇമേജസുകൾ സെർച്ച് ചെയ്യാനുള്ള ഒരു സെർച്ച് വിൻഡോ വന്നിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് വർക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ PNG ഇമേജസും അവൈലബിൾ ആണ്. PNG ഇമേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇമേജസുകളാണ്. അപ്പം ഇത്തരത്തിലുള്ള PNG ഇമേജസുകളാണ് നമുക്ക് കൂടുതലായിട്ട് ലേഔട്ടിൽ ആവശ്യം വരിക. ഇവിടെ നമുക്ക് മാവേലിയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. ഇവിടെ ഇപ്പോൾ മാവേലിയുടെ ഒരുപാട് ഇമേജസുകൾ വന്നിട്ടുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇമേജസുകൾ കാണാൻ കഴിയുന്നതാണ്. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടുള്ള ഈ ഒരു ഇമേജാണ്. നമ്മൾ ഈ ഒരു ഇമേജ് ഓൾറെഡി തന്നെ ഡൗൺലോഡ് ചെയ്ത് ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം. താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഡൗൺലോഡ് വീണ്ടും സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡൗൺലോഡ്സിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇമേജിൻ്റെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ബട്ടൺ കാണാവുന്നതാണ്. ഈ ഒരു ഷെയർ ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഫോൾഡറാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ Gmail, ഗൂഗിൾ ഡ്രൈവ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഗൂഗിൾ ഡ്രൈവിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇമേജ് സേവ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഞാൻ സേവിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇമേജ് ഗൂഗിൾ ഡ്രൈവിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും PixelLabലേക്ക് പോകാം. ഇവിടേക്ക് എങ്ങനെയാണ് ഇമേജ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ താഴത്തെ 3ാമത്തെ ഓപ്ഷനിൽ നമുക്ക് പോകാം. ഇവിടെ നമുക്ക് ഇമ്പോർട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ ഇമ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഗൂഗിൾ ഡ്രൈവിലേക്കായിരിക്കും ഇത് പോവുക. ഓൾറെഡി തന്നെ ഞാൻ ഈ ഒരു ഫോൾഡറിൽ നിന്ന് ഇമേജസ് ചൂസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആ ഒരു ഫോൾഡറിലേക്കാണ് ഈ ഒരു ലിങ്ക് റീഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളിവിടെ ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ഡ്രൈവിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് ചൂസ് ചെയ്തുകൊണ്ട് ഇമേജസുകൾ സെലക്ട് ചെയ്ത് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു മാവേലിയുടെ ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റിലേക്ക് ഇമേജ് വന്നിട്ടുണ്ട്. ഈ ഒരു ഇമേജിൻ്റെ മുകളിലും അതുപോലെ താഴേക്കായിട്ട് കുറച്ച് ലെറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യണം.
അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറേസർ ടൂൾ കാണാവുന്നതാണ്. ഇറേസർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഹാപ്പി ഓണം, അതുപോലെ താഴെയൊക്കെ കുറച്ച് ലെറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. അതുപോലെ ഇറേസറിൻ്റെ സൈസ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ടൊന്ന് ഇറേസ് ചെയ്യാം. അതുപോലെ ഇവിടെ താഴെയും കുറച്ച് ടെക്സ്റ്റുകൾ വരുന്നുണ്ട്, ഇതും നമുക്ക് ഇറേസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത പോർഷനൊക്കെ നമ്മൾ ഇറേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഇമേജിൻ്റെ സൈസ് ഒന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ തന്നെയാണ് നമുക്ക് ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇമേജസുകളും ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഇമേജ് നമ്മളിവിടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇമേജ് കറക്റ്റ് ലൊക്കേഷനിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഇമേജ് ഇവിടുന്ന് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിതൊന്ന് ലോക്ക് ചെയ്യാം, അതായത് ഇതിൻ്റെ ലെയർ ഒന്ന് ലോക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ 3 ഡോട്ടിൻ്റെ തൊട്ട് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെയേഴ്സിൻ്റെ ഐക്കൺ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടുന്ന് ലോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ലെയർ ഒന്ന് ലോക്ക് ചെയ്യാം. ഇനി ആ ഒരു ഇമേജ് അവിടുന്ന് മൂവ് ആവുന്നല്ല, ലോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഇമേജസുകൾ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ഇമേജ് നമ്മളിവിടേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇമേജിൻ്റെ സൈസ് കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് ഇവിടെ അലൈൻ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഇമേജും പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ സൈസ് നമുക്ക് കറക്റ്റായിട്ട് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ഇവിടെ അലൈൻ ചെയ്യാം. അതുപോലെ ഇവിടെ തൊട്ട് മുകളിലായിട്ട് അൺഡു ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അൺഡു ഓപ്ഷനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു തെങ്ങിൻ്റെ ലെയർ മാവേലിയുടെ ലെയറിൻ്റെ ബാക്കിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീണ്ടും ലെയറിലേക്ക് പോവാം. അതിനുശേഷം ഈ ഒരു എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലെയർ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു തെങ്ങിൻ്റെ ലെയർ ഏറ്റവും താഴെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു തെങ്ങിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് താഴെ കോപ്പി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും സൈസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് റെഡിയാക്കി നമുക്ക് ഇവിടെ അലൈൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു തെങ്ങിൻ്റെ ഇമേജിൻ്റെ ലെയർ നമുക്ക് ഏറ്റവും താഴേക്ക് ഒന്ന് മൂവ് ചെയ്ത് വെക്കാം. അതുപോലെ നമ്മളിവിടെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള മൂവ് ചെയ്യേണ്ടാത്ത എല്ലാ ലെയറുകളും ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മളിവിടെ തെങ്ങിൻ്റെ ഇമേജസുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാവേലിയുടെ സൈസ് നമുക്ക് അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ആ ഒരു തെങ്ങിൻ്റെ പോർഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ ഹൈഡ് ആവുന്നതാണ്. നമ്മൾ താഴേക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഇമേജസുകളെല്ലാം കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന സെക്കൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഈ ഒരു ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടേക്ക് ആവശ്യമായുള്ള ഡീറ്റെയിൽസുകൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാനിവിടെ ഡീറ്റെയിൽസ് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിനകത്ത് മംഗ്ലീഷ് കീബോർഡുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കീബോർഡ് യൂസ് ചെയ്തുകൊണ്ട് മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്രസ് ചെയ്യാം. ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് ഏറ്റവും താഴെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഇത് മൂവ് ചെയ്ത് അലൈൻ ചെയ്യാം. ഇനി നമുക്ക് ഈ ഡീറ്റെയിലിൻ്റെ സൈസൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യണം. അതുപോലെ ഇതൊന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യാം. അതിന് തന്നെ നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് സെൻറ്റർ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് അലൈൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഞാൻ സെൻറ്റർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ ഫസ്റ്റത്തെ ലൈനും അതുപോലെ ലാസ്റ്റത്തെ ലൈനും ഒന്ന് ബോൾഡിൽ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടുന്ന് സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ ലൈൻ മാത്രം ആദ്യം ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ബോൾഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫസ്റ്റത്തെ ലൈൻ ഇപ്പോൾ ബോൾഡ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്കിനി ലാസ്റ്റത്തെ ലൈൻ ഒന്ന് സെലക്ട് ചെയ്ത് ബോൾഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഒരു ലൈൻ ഇറ്റാലിക്സിലൂടെ ഒന്ന് കൊടുക്കണം. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ലൈൻസിൻ്റെ സ്പേസിംഗ് ഒന്ന് കറക്റ്റ് ആക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ലൈൻ സ്പേസിംഗ് ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ സ്പേസിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെലക്ട് ചെയ്യാം. സോറി, ഇതല്ല, ലൈൻ സ്പേസിങ്ങിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ലൈൻ സ്പേസിംഗ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ഇവിടെ കറക്റ്റായിട്ട് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ഈ ഒരു പോസ്റ്ററിൻ്റെ കറക്റ്റ് മിഡിലേക്ക് ഒന്ന് അലൈൻ ചെയ്യണം. അതിനായിട്ട് ഇവിടെ റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ചൂസ് ചെയ്യാം. ഇവിടെ ഏറ്റവും ടോപ്പിൽ സെൻറ്ററിൽ വരുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ ഈ ഒരു പോസ്റ്ററിൻ്റെ കറക്റ്റ് മിഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഒരു ഡീറ്റെയിലിൻ്റെ ലെയർ ഒന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഞാൻ ലോക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു ഡീറ്റെയിൽ താഴെയായിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റ് കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇവിടേക്ക് ടൈപ്പ് ചെയ്യാം. ഈ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുൻപത്തെ ഡീറ്റെയിൽസിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഈ ഡീറ്റെയിൽസിന് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ താഴെയായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് താഴത്തെ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകാം. ഇവിടെ ഷേപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇത് സെലക്ട് ചെയ്യാം.
ഓക്കെ, ഇവിടെ ഇപ്പോൾ ഷേപ്പ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ ഹൈറ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഷേപ്പിൻ്റെ കളർ കൂടി നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് കളർ ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് എനേബിൾ ചെയ്യാം. അതുപോലെ നമുക്ക് സിംഗിൾ കളറിൻ്റെ ആവശ്യമുള്ളൂ, ഗ്രേഡിയൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രീസെറ്റിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു കളർ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ഷേപ്പിൻ്റെ ലെയർ നമുക്ക് ഏറ്റവും താഴേക്ക് ഒന്ന് മൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും ലെയറിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ടെക്സ്റ്റിന് റീഡബിലിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ ചൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ നമ്മളിവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡീറ്റെയിലിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫോണ്ട് ഓപ്ഷനിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഫോണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഫോണ്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മാവേലിയുടെ ഇമേജിൻ്റെ സൈസ് അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഇവിടെ ഈ ഒരു മാവേലിയുടെ ലെയർ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് അൺലോക്ക് ചെയ്യണം. ഞാനിവിടെ ലെയറിലേക്ക് പോയിട്ട് അൺലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാവേലിയുടെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇവിടേക്ക് ഒരു ക്ലൗഡിൻ്റെ ഇമേജ് കൂടി പ്ലേസ് ചെയ്യാനുണ്ട്. അത് ഞാൻ ആ ഡ്രൈവിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇമ്പോർട്ട് ഓപ്ഷനിൽ പോയിട്ട് ആ ഒരു ഡ്രൈവിലേക്ക് പോവാം. ഈ ഒരു ഇമേജിൻ്റെ സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ക്ലൗഡിൻ്റെ ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമേജ് ഞാൻ ഏറ്റവും ബാക്കിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലെയർ ഓപ്ഷനിൽ പോയിട്ട് ഈ ഒരു ലെയർ ഏറ്റവും ലാസ്റ്റിലേക്ക് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് റെഡ്യൂസ് ചെയ്യണം. വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ വർക്ക് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സേവ് ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വർക്ക് ഒന്ന് പ്രൊജക്റ്റ് ഫയലായിട്ട് സേവ് ചെയ്യാം. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ഫയൽ ആവശ്യമാണ്. അതിനായിട്ട് നമുക്കിവിടെ മുകളിൽ ഈ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടുന്ന് സേവ് ആസ് പ്രൊജക്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഒരു ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു വർക്ക് പ്രൊജക്റ്റ് ഫയലായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് JPG ഫോർമാറ്റിലേക്ക് കൂടി ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാം. എങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇവിടെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ബട്ടൻ്റെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഫേസ്ബുക്കിലേക്കോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റ് സോഷ്യൽ മീഡിയ ആപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ കഴിയുന്നതാണ്. ഞാനിതൊന്ന് ഗ്യാലറിയിലേക്ക് ആദ്യം ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വിഡ്ത്തോ ഹൈറ്റൊക്കെ കറക്റ്റ് ആണോ നോക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈറ്റിലോ വിഡ്ത്തിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമുക്ക് സേവ് ടു ഗ്യാലറി എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ വർക്ക് ഇവിടെ ഗ്യാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. നമുക്ക് മൊബൈലിലെ ഗ്യാലറിയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ ഗ്യാലറിയിൽ JPG ഫോർമാറ്റിൽ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പിക്സൽ ലാബ് യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലാണ് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങളുടെ വർക്കിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻസുകൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.